ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സാഹചര്യത്തിൽ വൃത്തിയാക്കുക, അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് തിരിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പക്ഷേ ഈ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് അല്ലാതെ ഇവിടെ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. കുടുംബാംഗങ്ങളൊക്കെ വന്ന് അവരുടേതായ നിലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ബ്ലീച്ചിങ് പൗഡറിന് വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയിൽ പ്രത്യേകമായ ഹൃദയം നിറഞ്ഞ ഈ നാടിൻ്റെയും ഈ ഇവിടുത്തെ പ്രിയപ്പെട്ടവരുടെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ആറന്മുള എരിക്കാട് ഉന്നതിയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനമാണ്. ഡിവൈഎഫ്ഐയുടെ ആയിരക്കണക്കിന് യുവജന പ്രവർത്തകരാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. വിവിധ കമ്മിറ്റികളിൽ നിന്ന് വന്ന ഈ എരിക്കാട് ഉന്നതികളെ എരിക്കാട് മാത്രമല്ല ആറന്മുളയിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എരിക്കാടാണ്. ഇവിടെയുള്ള ആളുകൾ കൂടെ പ്രതികരണം നമുക്ക് ആവശ്യമാണ്. കാരണം ഇവരാണല്ലോ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തെ പറ്റി പറയേണ്ടത്. ചേച്ചി, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനയുടെ ഈ ശുചീകരണ പ്രവർത്തനം എന്താ പറയാനുള്ളത്? നല്ല കാര്യമാണ്. ജാതി മത കക്ഷി രാഷ്ട്രീയമന്യേ എല്ലാ വീടുകളും കയറി വൃത്തിയാക്കുന്ന ഈ ഒരു പ്രവർത്തനം വരും തലമുറയ്ക്കും ഒരു മാതൃകയായിട്ട് ഡിവൈഎഫ്ഐയുടെ ഇതുപോലുള്ള പ്രവർത്തനത്തെ അത്യന്താപേക്ഷിതം അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. പിന്നെ ഡിവൈഎഫ്ഐ അജ്മൽ ആസിഫ് ഉൾപ്പെടെയുള്ളവർ വെള്ളം കയറിയ സമയം തൊട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട്. അജ്മൽ ആസിഫ് തുടങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഒപ്പമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അജ്മലും ഹാഷ്മി എല്ലാവരും അതാണ് പ്രവർത്തകരുടെ പേരൊക്കെ എടുത്ത് പറയുമ്പോൾ അത്രത്തോളം സുപരിചിതർ കൂടിയാണ്. ഇപ്പം CPIM നേതാവും അതുപോലെ മുൻ മന്ത്രിയുമായിരുന്ന വീണ ജോർജോട് ചേരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും പ്രതീക്ഷയോടെ ഡിവൈഎഫ്ഐ നോക്കിക്കാണുന്നത്. എന്നാൽ ചില പോരായ്മകൾ സർക്കാരിൻ്റെ ഭാഗത്ത് ചൂണ്ടിയും കാട്ടുന്നുണ്ട്. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കാരണം നമ്മൾ നിൽക്കുന്നത് എഴിക്കാട് ഉന്നതിയിലാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സാഹചര്യത്തിൽ വൃത്തിയാക്കുക, അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് തിരിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പക്ഷേ ഈ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് അല്ലാതെ ഇവിടെ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. കുടുംബാംഗങ്ങളൊക്കെ വന്ന് അവരുടേതായ നിലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ബ്ലീച്ചിങ് പൗഡറിന് വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയിൽ പ്രത്യേകമായ ഹൃദയം നിറഞ്ഞ ഈ നാടിൻ്റെയും ഈ ഇവിടുത്തെ പ്രിയപ്പെട്ടവരുടെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വസീഫ് സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ വന്ന് എല്ലാ വീടുകളിലും കയറി ക്ലീനിങ് നടത്തുകയാണ്. എന്താ ആയിരക്കണക്കിന് യൂത്ത് ബ്രിഗേഡിയർ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ മുഴുവൻ പ്രദേശങ്ങളും ക്ലീൻ ചെയ്യാൻ? അതെ, പരമാവധി നമ്മളാൽ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താം എന്നുള്ളതാണ്. എല്ലാ കാലത്തും ഡിവൈഎഫ്ഐ ഇങ്ങനെയുള്ളൊരു ഇടപെടൽ നടത്താറുണ്ട്. അത് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ നിങ്ങൾ ഒക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് 2018 ഉണ്ടായ വലിയ പ്രളയ സമയത്ത് അതിൻ്റെ തുടർച്ചയായി ഇവിടെ ക്ലീനിങ് പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തിരുന്നു. അപ്പോൾ മുൻപില്ലാത്തൊരു പ്രയാസം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സഹായം, ഒരു ഏകോപനത്തിൻ്റെ പോരായ്മ ഒക്കെ ഇവിടെ വല്ലാതെ പ്രതിഫലിക്കുന്നുണ്ട്. എന്നാലും ഡിവൈഎഫ്ഐക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ ഇടപെടുന്നത്. ഇപ്പോൾ ഇന്ന് മുതൽ ക്ലീനിങ് പ്രവർത്തനം തുടങ്ങുകയാണ്. ആവശ്യമുള്ള സാമഗ്രികളൊക്കെ നേരത്തെ ക്യാമ്പുകളിലേക്കൊക്കെ എത്തിക്കാൻ പറ്റാവുന്നിടത്തെല്ലാം നമ്മൾ എത്തിച്ചിരുന്നു. ഇനിയും അതിനുള്ള പ്രവർത്തനം തുടരും. അതോടൊപ്പം ക്ലീനിങ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ആറന്മുള പ്രദേശത്താണ് ഇന്നും നാളെയൊക്കെ ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ വെള്ളം ഇറങ്ങുന്ന മുറക്ക് തിരുവല്ലയിലും നമ്മൾ കേന്ദ്രീകരിച്ച പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും. തീർച്ചയായിട്ടും വലിയ പ്രവർത്തനമാണ്. ഈ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഈ പ്രവർത്തനം എത്രത്തോളം അവർക്ക് സഹായകരമാണെന്ന് പറഞ്ഞു വെക്കുന്നത്. അത് അവരുടെ അനുഭവമാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.